ഹായ് ഓൾ. അല്പം സമാധാനത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ, കുറേ ദിവസങ്ങൾ നമ്മൾ സിനിമാ മേഖലയെ ഒന്നാകെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു വൈറസുകളെ പറ്റിയുള്ള ചർച്ചകളാണ് ഒന്നാകെ ഉണ്ടായിരുന്നത്. ഇന്ന് അതിനൊരു ആശ്വാസം പോലെയുള്ള ചില വാക്കുകൾ ഒരിടത്തുനിന്ന് വന്നിരിക്കുന്നു. അത് മറ്റെവിടെ നിന്നുമല്ല, നമ്മുടെ മലയാളക്കരയിലെ നിലപാടുകൾ കൊണ്ട് പല സമയത്തും വ്യത്യസ്തമായ വിധം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ഒരു കാരണത്തിൽ പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പൃഥ്വിരാജ് സുകുമാരനിൽ നിന്നാണ് ആ വാക്കുകൾ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ കൃത്യമായിട്ടുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും കൃത്യമായ ഉത്തരങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും എതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അത് അന്വേഷിക്കപ്പെടണമെന്നും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണമെന്നും അവർ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നും എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി പത്രപ്രവർത്തകർ ചോദിക്കുന്ന, മീഡിയകൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ ആദ്യമായി കേട്ടിട്ടുള്ളത് പൃഥ്വിരാജ് സുകുമാരനിൽ നിന്നാണ്. ഇതിനു മുമ്പ് ജഗദീഷിൽ നിന്നും കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ കണ്ടു. മറ്റുള്ളവരെ പോലെ അഴകുഴമ്പൻ സമീപനവും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഒളിച്ചു പോകുന്ന ഒരു സമീപനവുമല്ല ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ അടുത്തു നിന്നും കൃത്യമായിട്ട് ഓരോ കാര്യത്തിനുമുള്ള മറുപടികൾ കിട്ടി എന്നതാണ് കുറച്ച് ആശ്വസിക്കാൻ വക നൽകുന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളമാകെ മലീമസമായ ചർച്ചകളാണ് നടന്നത്. അത് മീഡിയ ആയാലും ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ, അതിനെ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി, ഇത്തരം ചെയ്തികൾ ചെയ്തവരെ എന്നാരോപിക്കപ്പെടുന്നവരെ ന്യായീകരിക്കാൻ വേണ്ടി ഭരണതലത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റിടത്തു നിന്നും സിനിമാ മേഖലയിൽ നിന്നുമൊക്കെ വളരെ മോശം രീതിയിലാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ അതിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പും പൃഥ്വിരാജ് സുകുമാരൻ ഓരോ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയും അതിൻ്റെ പേരിൽ കൃത്യമായിട്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ വളരെയധികം പ്രസക്തിയുള്ളതാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കണ്ടു നോക്കാം. അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു കേട്ടല്ലോ മറുപടി. അതായത് ഈ വന്നിട്ടുള്ള പവർ ഗ്രൂപ്പിൻ്റെ, അതായത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള പവർ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിനാണ് കൃത്യമായിട്ട് അദ്ദേഹം ഇതിന് ബാധിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു സുകുമാരൻ അച്ഛനും മല്ലിക സുകുമാരനൊക്കെ ഇവരൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകില്ല എന്നത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ താൻ ഇത്തരം ഒരു അനുഭവത്തിലൂടെ പോവാത്തത് കൊണ്ട് തനിക്ക് ഇത്തരം അനുഭവം, ഇങ്ങനെ ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ള ഉത്തരം പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ പല അമ്മയുടെ ഭാരവാഹികളും അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ആളുകളും ഒക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ അതിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ, ഞാൻ അനുഭവിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അതുണ്ടെങ്കിൽ, അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല എന്ന് വളരെ കൃത്യമായ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി കാര്യം കൂടി നമുക്ക് കണ്ടു നോക്കാം. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ? സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്, പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടി ഇറങ്ങേണ്ടി വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഈ സിദ്ദിഖ് മാറിയതിനു ശേഷം ആ ചുമതലയിലേക്ക് അമ്മയെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു. കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവണം, അന്വേഷണങ്ങൾ ഉണ്ടാവണം, മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ചുമതലയിലേക്ക്
ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നടനും ഈ സ്ഥാനം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ? സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും. ഗുഡ് ഈവനിങ്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അന്വേഷണങ്ങൾ നേരിടുന്നത് തീർച്ചയായും ശരിയായ കാര്യമല്ല. അതിൻ്റെ പവർ വില്ലിങ്സ് അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അവർ രാജിവെച്ച് അന്വേഷണം നേരിടുന്നത് തന്നെയാണ് ഉചിതം. വളരെ ഇത്തരം മറുപടികൾ പറയാൻ ആരും തയ്യാറാവുന്നില്ല, ആരും ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. സൂപ്പർ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്നവർ, മെഗാ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്നവർ ചിത്രത്തിലേ ഇല്ല, അവർക്ക് അഭിപ്രായമേ ഇല്ല. തങ്ങൾ 30-40 വർഷം പ്രതിനിധീകരിച്ച ഒരു ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ മമ്മൂട്ടി നിശബ്ദനാണ്. മോഹൻലാലിൻ്റെ ശബ്ദമേ കേൾക്കാനില്ല. അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാലിൻ്റെ ശബ്ദവും കേൾക്കാനില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള സുരേഷ് ഗോപി ആയാലും ബാക്കിയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരുടെ ശബ്ദവും, പ്രധാനപ്പെട്ട ആളുകളുടെ ശബ്ദമേ കേൾക്കാനില്ല. അവർ നിശബ്ദരാണ്. അവർ മനഃപൂർവ്വം നിശബ്ദത പാലിക്കുകയാണ്. അവർക്കൊന്നും പറയാനില്ല. ജനങ്ങൾ അവരിൽ നിന്നാണ് മറുപടികൾ ആഗ്രഹിക്കുന്നുള്ളത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിൽ എന്താണ് പരിഹാരം, ഇതിൽ എന്താണ് പ്രതിവിധി, നടപടികളാണ് വേണ്ടത് എന്നതാണ് ജനങ്ങൾ ആകാംക്ഷയോടെ ചോദിക്കുന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്തൊന്നും കിട്ടാത്ത മറുപടികളാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടികളാണ് പൃഥ്വിരാജ് സുകുമാരനിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. So how do you respond to all the allegations? Now the Me Too has been hitting the Malayalam cinema industry like very hard. So how do you respond to all the allegations? Like what should be the future course of action? I've been responding to it for the last 10 minutes actually. I would like a response in English. Oh, it's for okay. ANI. No, all of them need to be taken into account quite seriously. Absolutely. I mean, if allegations have been made, thorough investigations need to be followed up with. And if these investigations lead to the allegations being proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the murk that there is in front of us in terms of doubts, inhibitions, how we work and everything. പൃഥ്വിരാജ് നേരത്തെ മീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അതിൻ്റെ അലിഗേഷൻ വന്നവർക്കെതിരെ അതിൻ്റെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നതാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മീറ്റു ആരോപണങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് അന്വേഷിക്കണം, അതിലൊരു നടപടികൾ ഉണ്ടാവണം, അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല. അതെന്താണോ സത്യം എന്നുള്ളത് അത് പുറത്തു വരേണ്ടതുണ്ട്, നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്, അന്വേഷണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ എന്താണോ ശരിയോ തെറ്റോ, അത് ശരിയായ കാര്യമാണോ തെറ്റായ കാര്യമാണോ, എങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള മറുപടികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇത് പറയാൻ കാരണം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിശബ്ദമായിരുന്നു. ഈ നിശബ്ദത ഭേദിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇതിൽ നിലപാടുള്ള ആളുകൾ മുമ്പോട്ട് വരേണ്ടതുണ്ട്. ഈ ഇത്തരം അമ്മയായാലും ഏത് സംഘടനയായാലും AMMA ഏത് സംഘടനകളായാലും നിലപാടുള്ള ആളുകളാണ് ഇത്തരം സംഘടനകളെ നയിക്കേണ്ടത്. അവർക്കാണ് ഇതിൽ നടപടി ഉണ്ടാക്കാൻ കഴിയുക, അവർക്കാണ് ഈ കുത്തഴിഞ്ഞ സംവിധാനങ്ങളെ മാറ്റാൻ കഴിയുക. അതല്ലെങ്കിൽ ഇതിൽ വേട്ടക്കാരായ ആളുകൾ തന്നെ ഇതിന് നയിക്കപ്പെടുമ്പോൾ, അവർ തന്നെ ഈ ഒരു സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം അവർ നയിക്കുമ്പോൾ ഇതിൽ നീതി ഉറപ്പാകില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരം വേട്ടക്കാരെയൊക്കെ മാറ്റി നിർത്തി പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള ആളുകളാണ് അമ്മയെയും അതുപോലെ തന്നെ ഇത്തരം സംഘടനകളെയും മുമ്പോട്ട് നയിക്കേണ്ടത്. പൃഥ്വിരാജ് സുകുമാരനും പാർവതി തിരുവോത്തും അതുപോലെ തന്നെ ടോവിനോയൊക്കെ ഇത്തരം അലിഗേഷനൊക്കെ കേൾപ്പിക്കാത്ത ആളുകളാണ്. ഏത് രീതിയിലുള്ള അലിഗേഷനും അവർക്കെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അമ്മ എന്ന സംഘടനയിൽ പരമ്പരാഗതമായി പിടിമുറുക്കിയിരിക്കുന്ന ഈ മാഫിയ സംഘത്തെ മാറ്റി ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയാണ് ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നതാണ് ഇതിൽ പറയാനുള്ളത് ഒരു കാര്യം. കാരണം
ഇത്തരം മറ്റുള്ളവർ ഇത് തുടർന്നു കൊണ്ടുപോയാൽ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിലൊരു നടപടി ഉണ്ടാവില്ല. അവർക്ക് വേണ്ട ആളുകൾ അവിടെ പ്രതിഷ്ഠിക്കും. ആ മാഫിയയെ അല്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ അവരെ തകർത്തെറിയേണ്ടതുണ്ട്, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത്തരം ആളുകൾ ഇവിടെ മലയാള സിനിമക്കോ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ രംഗത്തോ നേതൃത്വം നൽകാൻ ആവശ്യമില്ല. അവരുടെ കഴിവുകൾ അവർ സിനിമയിൽ പ്രകടിപ്പിച്ചാൽ മതി. അതിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങളിലൊക്കെയും തങ്ങളുടെ അതീശത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള അവരുടെ ഇടപെടലുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാടിൽ ഇത്തരമൊരു സംഗതിയിൽ യഥാസമയത്ത് കൃത്യമായ നിലപാട് പറഞ്ഞ പൃഥ്വിരാജ് സുകുമാരനെ ഒരു ബിഗ് സല്യൂട്ട്.